ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ അരിയുണ്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാൻ നല്ല രുചിയുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അരിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അരിയുണ്ട തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മട്ട റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഊണ് കഴിക്കാൻ എടുക്കുന്ന ഏത് അരി കൊണ്ടും അരിയുണ്ട റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ അരി 2-3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം അരിയിലെ മുഴുവൻ വെള്ളവും കളഞ്ഞിട്ട് വേണം എടുക്കേണ്ടത്. അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം മുഴുവനും പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം മുഴുവനും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി വറുത്തെടുക്കണം. അപ്പോൾ അരി വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ അരി നല്ലതുപോലെ വറുത്തെടുക്കണം. അരി വറുത്തെടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. ഗ്യാസ് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അരിയിലെ വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി കഴിയുമ്പോൾ അരി ഇതുപോലെ പൊട്ടിത്തുടങ്ങും. അരി ഇതുപോലെ പൊട്ടിത്തുടങ്ങിയാൽ പിന്നീട് നമുക്ക് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കേണ്ടത്. അരി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. അരി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ അരിയും ഒരുപോലെ വറുത്ത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ അരി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയുടെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അരിയുടെ ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അരിയുടെ ചൂടാറി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിരകിയ നാളികേരമാണ്. ഈ നാളികേരം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 1.5 കപ്പ് അരിക്ക് 1.5 കപ്പ് ചിരകിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നാളികേരം നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ. നാളികേരം വറുത്ത് നമുക്ക് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നാളികേരത്തിൽ ആ ജലാംശം ഒന്ന് മാറി വരണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നാളികേരം ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരിയുണ്ട തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അരിയുണ്ട കൂടുതൽ ദിവസം കേടാവാതെ ഇരിക്കും. ഇപ്പോൾ നാളികേരത്തിലെ ആ ഒരു ജലാംശമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 1.5 കപ്പ് അരിക്ക് 1.25 കപ്പ് ശർക്കരയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ശർക്കര ഒരു നൂൽപ്പരുവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. ശർക്കര പാനി ഒരു നൂൽപ്പരുവമായാൽ നമ്മുടെ അരിയുണ്ട ഹാർഡായി പോകും. അതുകൊണ്ട് ശർക്കര ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. ശർക്കര ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കര പാനിയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് അരിച്ചിട്ട് വേണം എടുക്കേണ്ടത്. അപ്പോൾ ഈ ശർക്കര പാനി അരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരിയുടെ ചൂടിപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാട്ടോ. ഇപ്പോൾ അരി നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ചിരകിയ നാളികേരം ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അരിയുണ്ടയുടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 5 ഏലക്കയാണ് നമ്മളിവിടെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറു ചൂടോട് കൂടി വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അരിയുണ്ട പെർഫെക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ചൂടില്ല എങ്കിൽ അരിയുണ്ട ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോകും. ശർക്കരപ്പാനിക്ക് കൂടുതൽ ചൂടുണ്ടാവേണ്ട ആവശ്യമില്ല. ചെറു ചൂടുണ്ടായാൽ മാത്രം മതി. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ്, പീനട്ട്സ് ഒക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ശർക്കരപ്പാനി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല ഭംഗിയായിട്ട് തന്നെ അരിയുണ്ട നമുക്ക് ഉരുട്ടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ അരിയുണ്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അരിയുണ്ട മുഴുവനും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അരിയുണ്ട എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.